ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. നമ്മുടെ ട്വിങ്കിളിൻ്റെ കുടുംബവിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ട്വിങ്കിളിനെ കുറിച്ചുള്ള ട്വിങ്കിളിൻ്റെ ദൈവിക അനുഭവങ്ങൾ അത് ട്വിങ്കിൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിയതാണ്. അപ്പം അവിടെ നിന്നുള്ള ചരിത്രമാണ് ഇനി പ്രേക്ഷകരോട് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ട്വിങ്കിളിൻ്റെ ജനനം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ ആദ്യം തുടങ്ങാം അല്ലേ? ഒരുപാട് ദൈവിക അനുഭവങ്ങളിൽ നിന്നുള്ളതാണ്. അപ്പം അവളുടെ ജനനം, അതിനുശേഷമുണ്ടായ വളർച്ചയുടെ കാലഘട്ടങ്ങളിലുള്ള ഈശോയുടെ ഇടപെടലുകൾ, അവൾ വിട്ടുപോയിട്ടുണ്ടാവും പല കാര്യങ്ങളും പറയാൻ. പക്ഷെ നിങ്ങൾ ചെറുപ്പം മുതൽ ഓർത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അവളുടെ ജീവിതത്തിൽ. അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ടിങ്കിൾ മോളെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് തീരില്ല, ഒത്തിരി ഉണ്ട്, ഞാനും മറന്നുപോകും. പക്ഷേ ടിങ്കിളിൻ്റെ ജനനം 2008 സെപ്റ്റംബർ 28. അപ്പോൾ അന്ന് രാത്രി 11:45 ജനിച്ചത്. അപ്പോൾ ഈ ജനനത്തിന് മുമ്പ് ഞാൻ ഇന്ന് യൂട്രസിനൊക്കെ കംപ്ലൈൻ്റ് ആയി സ്റ്റിച്ചിട്ട് കിടക്കണമായിരുന്നു. അപ്പം ആ സമയം നമ്മൾ ഫുള്ള് റെസ്റ്റാണ്, ജോലിക്ക് പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ശാലോം TV, പണ്ട് കാലത്ത് കൂടുതൽ ശാലോം TV വെക്കുമായിരുന്നു ഇവിടെ, ഈ വീട്ടിലായിരുന്നു. അപ്പോൾ ശാലോം TVയിൽ 7 മണിക്ക് നമ്മുടെ ഡിവൈൻ ചാനലിലെ കുട്ടികളുടെ കൊന്ത ഉണ്ടാവില്ലേ, അപ്പോൾ കുട്ടികളുടെ കൊന്ത എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ കാണുമായിരുന്നു. അപ്പം ചിലതൊക്കെ ഞാൻ ഇങ്ങനെ നമ്മുടെ പഴയ ഫോണിൽ ചിലത് റെക്കോർഡിങ് കിട്ടും. അപ്പോൾ അത് റെക്കോർഡിംഗ് ഒക്കെ പിടിച്ചു. അപ്പോൾ ഹലലിയ 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 പിള്ളേർ. അപ്പോൾ ഞാൻ അത്ര വലിയ വിശ്വാസിയൊന്നും അല്ല, പക്ഷേ എൻ്റെ ഭർത്താവ് നല്ല വിശ്വാസി, ഒത്തിരി പ്രാർത്ഥനക്കാരനാണ്. അതിൽ ഞാൻ അത്ര ജോയിൻ്റ് അല്ലായിരുന്നു, ഇപ്പോഴും അത്രയും പോരട്ടോ ഒട്ടും. എന്നാലും ഞാൻ ആ ഒരു ഇത് പിടിച്ചു വയ്ക്കും. ഇടയ്ക്ക് ഞാൻ എൻ്റെ വയറ്റിലിങ്ങനെ ടിങ്കിൾ വയറ്റിലായിരുന്നപ്പോൾ ഇങ്ങനെ വെച്ച് അതിങ്ങനെ കൊച്ച് അനങ്ങാണ്ട് എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുമ്പോൾ അതിങ്ങനെ വെറുതെ വെക്കുമായിരുന്നു, അത് കേൾപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കും എൻ്റെ വീട്ടിൽ TV അടിച്ചു പോയി. അപ്പം പിന്നെ TV ഒന്നും കാണണ്ടല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ഈ കേട്ടതും അങ്ങനെ മാത്രമുള്ള ജീവിതമായിരുന്നു. അപ്പോൾ അതൊക്കെ ടിങ്കിൾ ഒരുപാട് ഉപകാരപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ കൊണ്ടായിരിക്കും ടിങ്കിളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കളിക്കുകയും ഈ വളരുകയൊക്കെ ചെയ്യുമ്പോൾ വചനങ്ങളാണ് ടിങ്കിളെ മുമ്പിലോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന സമയങ്ങളിലോ അങ്ങനെ വചനം അറിയാതെ അവളിന്റെ വായിന്ന് വന്ന അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ വെച്ചാൽ ടിങ്കിള് ചെറുപ്പത്തിൽ തന്നെ ഒരു 2.5 വയസ്സ് നമ്മൾ അത്രയും പ്രാർത്ഥനയിലോട്ട് അത്ര ജോയിൻ്റ് ആയിട്ട് പോകാൻ സമയമില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങളിലൂടെ നടന്നു പോകുന്ന അവസ്ഥകളായതുകൊണ്ട്, എന്നാലും ഞങ്ങൾ എല്ലാ വർഷവും മുടങ്ങാണ്ട് ഡിവൈനിൽ പ്രസാദാരമായിരിക്കും. ഇപ്പോൾ നമുക്കുള്ള ജോലികളാണെങ്കിൽ പോലും അത് റീച്ചാൻ നിർബന്ധമായിട്ടാണ് ആദ്യമായിട്ട് പോകാൻ തുടങ്ങിയത്. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ പറയും, ബാധേനെ ഒഴിപ്പിക്കാൻ കൊണ്ടുപോകണയാണോ, അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങളങ്ങ് പോകും, വിളിച്ചതല്ലേ. അങ്ങനെ പോയ സമയങ്ങളിൽ നമ്മൾ പോയി വന്നപ്പോൾ ഒരു പ്രാവശ്യം കേൾക്കണേണ് ടിങ്കിൾ സങ്കീർത്തനം പറയുന്നു. സങ്കീർത്തനം പറയണോ 91? എനിക്ക് പോലും അറിയാൻ പാടില്ല, ഞാൻ പോലും ചെല്ലിയിട്ടില്ല നോക്കി. അതവള് റീച്ചന് ആരൊക്കെയൊക്കെ വായിക്കണ കേൾക്കുമ്പോൾ അവൾ ബാക്കി അങ്ങ് ചെല്ലുക. അങ്ങനെ അപ്പം നമ്മൾക്ക് തന്നെ 2.5 വയസ്സിലുള്ള കൊച്ച് സങ്കീർത്തനം വായിന്നു തന്നെ. എന്നാൽ സ്ഥിരമായ പ്രാർത്ഥനയുള്ള കുടുംബമല്ല, സ്ഥിരമായ പ്രാർത്ഥനകളില്ല. പക്ഷേ നമ്മൾ ഈ പോണ വഴിയിലുള്ള പ്രാർത്ഥനകളിലൂടെ ദൈവം ഇവളെ ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പള്ളിയിൽ കുർബാനയുടെ ഇടയ്ക്ക് ഇവൾ വചനങ്ങളെല്ലാം സഹിതം പറയുന്നു. പിന്നെ കളിക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് വചനങ്ങൾ എഴുതിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ആ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെ എഴുതി വെച്ചിട്ടാണ് അവളുടെ ശക്തി, അതാണ് അവളുടെ ശക്തി. അങ്ങനെ റൂമിലാണോ എഴുതി വെക്കുക? ഇല്ല, ചിലപ്പോൾ ആരും കാണാണ്ട് അവൾ കളിക്കണ ബോർഡിൻ്റെ പുറകിലൊക്കെ എഴുതി വയ്ക്കും. എന്നിട്ട് അതിന് ആ പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ വചനം എഴുതി വയ്ക്കും. പക്ഷെ അത് നമ്മൾ ആർബിറ്റർമാർ കാണുമ്പോൾ അതെന്തോ വേറെ ഒരു സംഭവമായിട്ട് അവർക്ക് തോന്നുമായിരിക്കും. എന്നാലും എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവൾ മനസ്സിൽ പറയും. പിന്നെ ഒരു തോണം ഡിവൈനിൽ നിന്ന് വന്നപ്പോൾ ഒരു വചനം കണ്ടു. അത് ആ വചനം വരുന്നിട്ടെങ്കിൽ കൂടുതൽ സഫാനിയ അത് പറഞ്ഞേ, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയിലുണ്ട്. അതാണ് കൂടുതലും ആ വചനമാണ് ടിങ്കിളിന് ഒരിടയ്ക്ക് കൂടുതലും മത്സരത്തിന് പറയാമോ ആ വചനം ഉറക്കെ? നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയിലുണ്ട്. സെഫാന്യ 3:17. അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പുകൾ കിട്ടാനായിട്ട് ടിങ്കിൾ പ്രയോഗിച്ച വചനം. പിന്നെ കുഞ്ഞിലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചെസ്സ്. ഞാൻ എപ്പോഴും ചീത്ത പറയും, 2 പേരും തുടങ്ങണുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചീത്ത പറയും.
പക്ഷെ അങ്ങനെ എന്നാലും ഞാൻ കളിക്കാൻ പോകുമ്പോൾ ഞാനല്ലേ കൊണ്ടുപോകേണ്ടത്. ഞാൻ എന്ത് പറയും, കുഞ്ഞു കൊച്ച് ഒരു 3-4 വയസ്സുള്ള ഞാൻ പറയും, മോനൊന്നും അറിയില്ല, നമ്മളെന്ത് കളിക്കാര്, നമുക്ക് വലിയ കോച്ചസ് ഇല്ല, വലിയ പഠനമില്ല, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്നും അറിയില്ല, ഞാനൊരു കഥ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഡിവൈനിൽ നിന്നൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിലെ കഥ നോക്കി ദാവീദിന്റെ കഥ വായിച്ചു കൊടുത്ത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പണ്ട് ഒരു ദാവീദ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ബാലനുണ്ടായിരുന്നു, ആള് കുഞ്ഞിതായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്നൊക്കെ പറഞ്ഞുള്ള അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നു വെച്ചത്. അപ്പൊ കളിക്കണേ മുമ്പ് അവളുടെ ഉള്ളില് ശരിയല്ലേ പറയും ആ കഥ ദാവീദും ഗോലിയാത്തിന്റെ അപ്പൊ അവള് കഥ വലിയ ടഫ് പ്ലേസ് ആയിരുന്നു. ഞാൻ ദാവീദിന്റെ പൊസിഷനിലും ബാക്കി ഓപ്പോണൻസ് ഗോലിയാത്തിന്റെ പൊസിഷനിലും ഇരുന്നോണ്ട് കളിക്കാൻ. അപ്പം ഓരോ കളിയിലും ഞാൻ പറയുന്നേ, ഗോലിയാത്ത് ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കൊന്നും അറിയില്ലട്ടാ, ധൈര്യമായിട്ടിരുന്നോ, അവര് വലിയ പടച്ചട്ടയ്ക്ക് ഇരുന്നിട്ടാണ് ഗോലിയാത്തിരിക്കുന്നത്. ദാവീദിനാണ് ചട്ട എടുത്താലും പോകും. അതുപോലെയാണ് നിനക്ക് ഓപ്പണിങ് അറിയില്ല, ചെസ്സിന് ഒത്തിരി ഓപ്പണിങ് വേണം എന്നൊക്കെ ഇവര് പറയാറുണ്ട്. ഒന്നും അറിയില്ലാത്തൊരു കൊച്ചു പോയി ചെസ് കളിക്കണത്. അങ്ങനെ ചെസ് കളിച്ച് ഇവിടെ വരെ എത്തിയത് ടിങ്കിൾ എപ്പോഴും ദാവീദായിട്ട്. ആ ദാവീദായതുകൊണ്ട് മാത്രമാണ് ടിങ്കിള്. അപ്പം ദാവീദിനെ പോലെ ഞാൻ പറയും, ദാവീദ് പാട്ട് പാടി വചനം പാടപ്പം ഞങ്ങൾ അങ്ങനെ നമ്മൾ വചനങ്ങൾ ഇവിടെ പറഞ്ഞ് ശീലമുള്ളതുകൊണ്ട് വചനങ്ങൾ ഓരോന്നോരോന്ന് ഇപ്പോഴും അവൾ ചെയ്യണത്. അവളുടെ സങ്കടങ്ങൾ, ഒരുപാട് സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങൾ അവൾ ചെയ്യണത് ഓരോരോ വചനങ്ങൾ എഴുതും. തോറ്റു കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ വന്ന് മിണ്ടൂല, പക്ഷെ വഴക്കിട്ടിരിക്കില്ല, മിണ്ടാണ്ട് വന്ന് വചനമൊക്കെ എഴുതി മതിലൊട്ടിക്കും. പൊട്ടപ്പെട്ട സ്ഥലങ്ങളാണെങ്കിലും അവൾ ഈ വചനങ്ങൾ എഴുതി ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കും മതിലൊക്കെ. അപ്പം അങ്ങനെയാണ് അവളുടെ ജീവിതം ഈ ഇത്ര ദൂരത്തിൽ ഇവിടം വരെ എത്തിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ. പിന്നെ ഒരുപാട് അച്ഛന്മാർ തന്നെ ഇത് ഇവളുടെ കുർബാനയുടെ ഇവള് കുർബാനയുടെ പാട് കഴിഞ്ഞിട്ട് മുടങ്ങാണ്ട് കുർബാന കൂടുക. അപ്പോഴേക്കും കൊറോണയും വന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ അടുത്ത പരിചയമുള്ള അച്ഛന്മാർ ഇവളുടെ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ നമ്മൾ അടുത്തുള്ള കപ്പൂച്ചിൻ ആശ്രമത്തിലെ അച്ഛന്മാരൊക്കെ നമ്മൾ സഹായിക്കാൻ തുടങ്ങി. സഹായം എന്ന് വെച്ചാൽ കൊറോണ സമയത്ത് എല്ലാം അടച്ചു പോയപ്പോൾ ഡൽഹിയിലുള്ള ഒരു അച്ഛൻ വാട്സപ്പിൽ കുർബാന ചൊല്ലിത്തരും. അപ്പോൾ നമ്മൾ ആ വാട്സപ്പ് ഓൺ ചെയ്ത് വെച്ച് നമ്മളെല്ലാവരും ഇരുന്ന് കുർബാന കൂടും. അപ്പോൾ ഇവർക്ക് മലയാളം അറിയില്ല ആ കാലഘട്ടത്തിൽ. അപ്പം എന്ത് ചെയ്യും, ആ കുർബാനയ്ക്ക് വേണ്ടി അച്ഛൻ തീരുമാനിച്ചു, നീയാണ് ബൈബിൾ വായിക്കേണ്ടത്. അപ്പം അന്നത്തെ ദിവസം അവൾ ബൈബിൾ വചനം പഠിക്കും, ആ ബൈബിൾ വായന പഠിക്കും. അങ്ങനെ ആ കുർബാനയുടെ മധ്യത്തിൽ വായന ഇവള് ചെല്ലും. അങ്ങനെ അവൾ വായനയിൽ മലയാളത്തിലൊക്കെ കുറച്ചൊക്കെ അടുപ്പം കിട്ടി. അങ്ങനെ നമ്മൾ മുടങ്ങാണ്ട് കുർബാനയിൽ 4 വർഷം കൊറോണയുള്ള സമയത്തും അതിനിടയിൽ ഒരു ദിവസം നമ്മുടെ ബോബി അച്ഛൻ്റെ പേഴ്സണലായിട്ടുള്ള കുർബാന സമയത്ത് ഞങ്ങളെ 4 പേരെ ക്ഷണിച്ച് ആ കൊറോണ സമയത്ത് നമ്മുടെ ബോബി അച്ഛൻ ഞങ്ങൾക്ക് കുർബാന എഴുതി തന്നു. അങ്ങനെ ഇവളുടെ ആ കുർബാനയുടെ ഉള്ള താല്പര്യം ഞങ്ങളെയും ഒരുപാട് ഇതിലോട്ട് അടുപ്പിച്ചു. ഇങ്ങനെ വേണം, ഇങ്ങനെ പോകണം, ഈ അച്ഛന്മാരായിട്ട് അടുപ്പിച്ചുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും എവിടെയാണെങ്കിലും നമുക്ക് കുർബാന കൂടാൻ പറ്റും. അങ്ങനെ ഇവള് പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ പ്രാർത്ഥനയൊക്കെ മറന്നുപോയപ്പോൾ, കുഞ്ഞായിരുന്നു, 3-4 വയസ്സുള്ളൂ, ഞാൻ പ്രാർത്ഥന മറന്നു, ഞാൻ നോക്കുക ഡെയിലി ചെല്ലണ്ട. പക്ഷേ ഈ കുഞ്ഞു കൊച്ചിരുന്ന് ഞാൻ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ ഒച്ചത്തി പറഞ്ഞു തരിക. ഞാൻ അത്ഭുതത്തോട് നോക്കി, 2 പേജുള്ള പ്രാർത്ഥനയാണ്, ഇവള് ഇത്ര പെട്ടെന്ന് എങ്ങനെ പഠിച്ചു? ഞങ്ങൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവളുടെ കൂടെ കളിച്ചടക്കണ കൊച്ച്. എൻ്റെ പേര് ബിനോയ്ലീൻ കപ്പൂച്ചിൻ. ഞാനിവിടുത്തെ തിയോഫിൻ ഗിൽഡിൻ്റെ ഡയറക്ടറാണ്. ഇവിടെയുള്ള ശുശ്രൂഷകൾ, ആത്മീയമായ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുവാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ടിങ്കിൾ റിജു എനിക്ക് ഒരു 10 വർഷത്തെ പരിചയമുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ആശ്രമത്തിൽ പ്രാർത്ഥിക്കുവാനും കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ വരും. അന്നേ ചില ചെസ് കോമ്പറ്റീഷനൊക്കെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പോകുന്ന സമയങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അവളുടെ കയ്യിൽ എപ്പോഴും മാതാവിൻ്റെ ഒരു ചെറിയ രൂപവും ഒരു വിശുദ്ധരുടെയൊക്കെ ലോക്കറ്റും ഒക്കെ കയ്യിൽ വെച്ചിരിക്കും എപ്പോഴും. അവരുടെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് ചെസ് മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഓരോ മത്സരങ്ങൾ പോകുമ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടും. കുർബാനയിൽ പ്രാർത്ഥിക്കണമെന്ന് പറയും. തിയോഫിനച്ചൻ്റെ സവിധത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കും. കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടിങ്കിളിൻ്റെ മമ്മി എന്നെ പെട്ടെന്ന് വിളിക്കും, അച്ഛാ ഭയങ്കര ടൈറ്റാണ്, പ്രശ്നമാണ്, പ്രാർത്ഥിക്കണം. അപ്പോഴൊക്കെ ഞാൻ കുർബാനയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കും.
പ്രിയമുള്ളവരെ, ഈ കുടുംബം ഒരു പ്രാർത്ഥനയുടെ കുടുംബമാണ്. ഈ വിജയത്തിൻ്റെ പിന്നിൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയുടെ കൃപയിലൂടെ കടന്നു വരുന്ന അനുഗ്രഹങ്ങളാണ്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ടിങ്കിളിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഈ കുട്ടിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ ശക്തിയിലാണ്, മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ ശക്തിയിലാണ് ടിങ്കിൾ ഇത്രയും നാളത്തെ വിജയങ്ങൾ നേടിയിട്ടുള്ളതെന്ന് അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓരോ വിജയം കഴിഞ്ഞ് ട്രോഫിയും സർട്ടിഫിക്കറ്റുമായിട്ടൊക്കെ ഇവിടെ വന്ന് തിയോഫിനച്ചനോട് മാധ്യസ്ഥം വഹിച്ചതിന് നന്ദി പറയും, മാതാവിനോട് നന്ദി പറയും, ഈശോയോടൊക്കെ നന്ദി പറയും. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ പിൻബലമുള്ള കുട്ടിയാണ്. ഈ കുട്ടിയെ ഓർക്കുമ്പോൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യമാണ്, എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ ഉത്തരം അരുളും, നിനക്ക് നിഗൂഢവും ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്നൊക്കെ പറയുന്ന ആ ഒരു അനുഭവം, വചനത്തിൻ്റെ ഒരു അഭിഷേകം ഈ കുഞ്ഞിന് ദൈവം കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്കൊക്കെ വലിയൊരു പ്രചോദനമാണ്. അറിയപ്പെടുന്ന അന്താരാഷ്ട്ര തലങ്ങളിൽ ഉയരുവാൻ സാധ്യതയുള്ള ടിങ്കിള് സഭയ്ക്ക് അതുപോലെ വിശ്വാസ സമൂഹത്തിനും ഒരു പ്രചോദനമാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ വിജയങ്ങൾ നേടി വരുമ്പോൾ അറിയാതെ വിശ്വാസത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്നൊക്കെ അകന്നു പോകാറുണ്ട്. പക്ഷേ ഈ കുട്ടി അങ്ങനെയല്ല. ഓരോ വിജയങ്ങൾ കഴിയും തോറും കൂടുതൽ പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും വിശ്വാസത്തിലും വളരുന്നത് കാണാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു എനിക്ക് ചെസ്സിനോട് വലിയ താല്പര്യമൊന്നുമില്ലാന്ന്. അപ്പം എന്തായാലും ചെസ്സ് വന്നത് വേറെ വഴിക്കാണെങ്കിൽ അത് ചേട്ടനെയും കൂടെ ആയിരിക്കും. അപ്പോൾ ചെസ്സ് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നതെന്ന് ചേട്ടനൊന്ന് പറയാമോ? ചെസ്സ് എനിക്ക് ചെറുപ്രായത്തിൽ അങ്ങനെ ചെസ്സൊന്നും നമുക്കറിയില്ലായിരുന്നു. ജോലിക്ക് ഇറങ്ങുന്ന സമയമായപ്പോഴാണ് ചെസ്സ് പഠിച്ചത്, പഠനമൊക്കെ തീരുന്ന സമയത്ത്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെയാണ് പിള്ളേർ കളിച്ചുകൊണ്ട് നടന്നു വെച്ചാൽ, അപ്പം ഞങ്ങളും അങ്ങനെ കളിച്ചുകൊണ്ട് നടന്നു വെച്ച്. ഇത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഒരു ദിവസം ചെസ്സ് എല്ലാ പിള്ളേരും കളിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥ. കാരണം ഈ ചെസ്സ് എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് ഈ ബോർഡിലേക്ക് നോക്കിയാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവരെ ഞാൻ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും വിളിച്ച ഇവരാരും മഞ്ഞിൽ ഇവരെല്ലാം ഈ ചെസ് ബോർഡിൽ നിൽക്കണം കൂട്ടുകാർ. അപ്പോൾ ഈ 16 എന്ന് പറഞ്ഞ കളിയുണ്ട്, അത് കളിച്ച് അപ്പോൾ അത് കൂട്ടുകാരനായത് എനിക്കറിയാം. അത് കൂട്ടുകാരനായിട്ട് കളിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് അത് കളിച്ചപ്പോൾ അവനെ ഞാൻ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞ്, എടാ ഈ കളിയിലാണ് എന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, ചെസ്സിൽ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് എന്നാൽ നീ എന്നെ ചെസ്സ് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവൻ എന്നെ ചെസ്സ് പഠിപ്പിച്ച് 25 കളി അവൻ എന്നെ പൊട്ടിച്ച്, തിരിച്ച് ആശാന 25 കളി പൊട്ടിച്ച് അവിടെ കടവും തീർത്ത്. പിന്നെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെസ്സ് കളിച്ചുകൊണ്ട് നടന്നു വെച്ച്, വീടിൻ്റെ അടുത്തൊക്കെ പൊട്ടിക്കണ ആരെങ്കിലൊക്കെ ഉണ്ടാകുന്നൊക്കെ അന്വേഷിച്ച് നടന്നു വെച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ പോകേണ്ട സമയമായിപ്പോയി. പഠനത്തിൽ നിന്ന് നമുക്ക് ഉത്തരവാദിത്ത ഇതിലോട്ട് വന്നപ്പോൾ നമുക്ക് പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അടുത്തൊരു ടൂർണമെൻ്റ് നടത്തിയിൽ ചെറിയൊരു ട്രോഫിയൊക്കെ കിട്ടി. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് വന്നപ്പോൾ നമുക്കത് ഉപേക്ഷിക്കേണ്ട വന്ന്. പിന്നെ വീട്ടുകാർക്കും പേടിയായി തുടങ്ങിയിരുന്നു, കാരണം ഒറ്റക്കൊക്കെ ഞാൻ കളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പം ഇനി വല്ല മെൻ്റൽ പോലെ വല്ലതൊക്കെ വന്നാലാന്ന് ഓർത്ത് വീട്ടുകാർക്ക് ഒരു ആകുലതയൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടെ വെച്ച് അത് ഉപേക്ഷിച്ച് അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ എനിക്ക് പറ്റാതിരുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ മനസ്സിൽ ദൈവം പാരൻസ് പറഞ്ഞ് കേൾക്കണം എന്ന് ഓർത്ത് ഞാനത് ഉപേക്ഷിച്ച്, എൻ്റെ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ച്. എൻ്റെ ആഗ്രഹം ആ ചവിട്ടുവീട്ടിൽ ഇട്ടതാ. പക്ഷെ ദൈവം എൻ്റെ ആഗ്രഹം വേറെ രൂപത്തിൽ എൻ്റെ മകളിലൂടെ അത് തന്ന് അത് എൻ്റെ മകളിലൂടെ അത് തന്ന് ഞാനത് ഉപേക്ഷിച്ച് പോയതാ. കാരണം ഞാൻ ഒരു കാര്യത്തിൽ അങ്ങനെ ഇന്ന വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. ദൈവം നമുക്ക് എന്ത് തരാൻ ആഗ്രഹിക്കും അത് നമുക്ക് ദൈവം തരും. അപ്പം എൻ്റെ മക്കളിലൂടെ തരുന്നത്. എനിക്ക് ഒന്നും വലിയ ബുദ്ധിയും കാര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷെ എൻ്റെ പിള്ളേർക്ക് ദൈവം വാരിക്കോരി അത് കൊടുത്തിട്ടുണ്ട്, പ്രസക്തിയും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മ എല്ലാത്തിനും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. പക്ഷേ ഇവരെല്ലാം ദൈവം ഭയങ്കരമായിട്ട് ഉയർത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നിനക്ക് ബുദ്ധിയില്ലാത്ത ഇടം നിൻ്റെ മക്കൾക്ക് കൊടുത്തേടാന്ന് പറയും. സാധാരണ ചെസ് കളിക്കാൻ പറയുന്നത് കുറച്ച് ബുദ്ധിയുള്ളവർ കളിക്കുന്ന കളിയാണ്. ബുദ്ധിയുള്ള പാരന്റ്സിന്റെ മക്കളാണ് ചെസ് പ്ലേയേഴ്സ് ആയിട്ട് എപ്പോഴും ഞങ്ങളുടെ ഇടയിലുള്ളത്. അപ്പൊ നിങ്ങൾ ഡോക്ടർമാര്, ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല, അത്ര ഇതില്ല, എനിക്കും ഇല്ല. അങ്ങനെ എഡ്യൂക്കേഷനായിട്ട് ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ, പുള്ളി ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നതാ. അപ്പൊ അതെല്ലാം ദൈവം ഡോക്ടർമാർ. പക്ഷെ എൻ്റെ മക്കള്
തോപ്പിക്കണ പിള്ളേർ എഞ്ചിനീയർമാരുടെ മക്കളെയും ഡോക്ടർമാരുടെ മക്കളെയൊക്കെയാണ് തോപ്പിക്കണം. ആ ഒരു വ്യത്യാസമാണ് അവിടെ ഇരിക്കണം. കാരണം ആ ഒരു ചോദ്യം ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോ അറിയാം കർത്താവിന്റെ ഇടപെടല് എങ്ങനെയാണ് ബുദ്ധിമാന്മാരെ ആക്കുന്നതെന്ന്. ചേട്ടനോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ്. സ്വന്തമായി വീട് പോലും ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ലെവലിലുണ്ടായിരുന്നവരാ. അപ്പോൾ ഇവളുടെ കോച്ച് അങ്ങനെയുള്ള കോച്ചിങ് ഒക്കെ കാര്യങ്ങൾ നന്നായി പൈസ മുടക്കേണ്ടി വരുന്ന ഒരു മേഖലയാണല്ലോ. അതിപ്പോ എങ്ങനെയാണ് കർത്താവ് ക്രമീകരിക്കുന്നത്? എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പൈസ സാമ്പത്തികപരമായിട്ട് വളരെ ഇതിലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം സാമ്പത്തികപരമായിട്ടൊക്കെ ദൈവം മനസ്സിൽ, ഞാൻ ഈ ജീസസ് യൂത്തിലൂടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ കല്യാണത്തിന് മുമ്പ് പൈസ ഉണ്ടാക്കണമെന്ന് ഒന്നും നമ്മുടെ മനസ്സിലില്ല. നമ്മുടെ മനസ്സിൽ ആഗ്രഹം കർത്താവിൻ്റെ രാജ്യം വളർത്തണം. അപ്പൊ ജീസസ് യൂത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ജീസസ് യൂത്ത് രൂപീകരിച്ചു. ജീസസ് യൂത്തിൽ പിള്ളേരെ, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും അതിൽ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേളിലൊക്കെ 10-70 പിള്ളേരൊക്കെ 10-12 മണി വരെയൊക്കെ ഉണ്ടാവുമായിരുന്നു. 12 മണി വരെയൊക്കെ അവർ പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങി 12 മണിയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയം ഉണ്ടായിരുന്നു ജീസസ് യൂത്ത് ആ സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ജീസസ് യൂത്തിൽ എക്സോഡസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് വെച്ച സമയത്ത് 600 പിള്ളേരെന്തോ പങ്കെടുത്ത ആദ്യത്തെ പ്രോഗ്രാമിന് 400 പിള്ളേരോളം ഞങ്ങളുടെ തോമസ് പുരം ഇടവക എന്നാ പോയത്. അതിൽ നിന്ന് വൈദികരുണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് സിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ തോമസ് പുരം പള്ളിയിൽ നിൽക്കണ കപ്പേരും എല്ലാം ജീസസ് യൂത്തിൽ പെട്ട അംഗങ്ങൾ തന്നെ നിൽക്കണം. പിന്നെ അതിലിരിക്കുന്ന കാറ്റീസം ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ജീസസ് യൂത്തിൻ്റെ അവരാ. അപ്പം എൻ്റെ ഭാര്യനെ കാണുമ്പോൾ പറയാറുണ്ട്, അത് റിച്ചേട്ടൻ കാരണമാണ് ഞാനൊക്കെ ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ വല്ല വെള്ളവടിയിലൊക്കെ പോകുമായിരുന്നെന്ന് പുള്ളിക്കാരത്തിനോട് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ കുറേ വരുമല്ലോ. അപ്പോൾ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ ഇഷ്ടംപോലെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, പെരുമഴ പോലെ വന്നിട്ടുണ്ട്. അതുപോലെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, അത്ഭുതങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് മഴ വന്ന സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ചെന്ന് അതൊക്കെ പറഞ്ഞാൽ തീരുമില്ല, അതൊക്കെ സൈഡായിട്ട് വേറെ ഇതായിട്ടാണ്. മോളായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെയാണ്. ചെസ്സിന് വേണ്ടി ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നിരുന്നു. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ കിട്ടുമെന്ന് ഓർത്താ പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഫസ്റ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് അണ്ടർ-17 അവിടെ പോയാ. അവിടെ ചെന്ന് അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഓർത്ത് അവിടെ ചെന്നപ്പോൾ 67ാം സ്ഥാനത്തായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ഈ കേരളത്തിലുള്ളവർ ഒന്നും അല്ലെന്ന് മനസ്സിലായത്. തമിഴ്നാട്ടിലുള്ളവരൊക്കെ അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠിപ്പിക്കലും അവർക്ക് സ്കൂളും കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ പഠനം പോരെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അവിടെ വെച്ച് ഒന്നും അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മനസ്സാകെ തളർന്ന് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞ് നമുക്കൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ ഈ കളി തോറ്റോടുകൂടെ എൻ്റെ മനസ്സെല്ലാം ഡൗൺ ആയി. ഞാൻ പറഞ്ഞ് എനിക്ക് ഏകാഗ്രത ഒന്നും കിട്ടൂലോ പള്ളിയിൽ പോകാൻ. ഞാൻ വെറുതെ ഇങ്ങനെ ഇളക്കി, എനിക്ക് പള്ളിയിലോട്ട് കയറാനേ തോന്നില്ല. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് പള്ളിയിൽ പോയാലാണ് ഇത്തിരി ആശ്വാസം കിട്ടും, എനിക്ക് വേണ്ടി വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി, തനിക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ ഒരു തോമസ്ലിയുടെ പഴയ പള്ളിയുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പോയി. അവിടെ വെച്ച് ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ നടക്കണം ജീവിതത്തിൽ. കർത്താവ് ഇടപെടുന്ന അനുഭവങ്ങൾ കുറെ അനുഭവിക്കണം. അവിടുന്ന് ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തന്നെ ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന അവിടെ നടക്കണ പള്ളിയിലെ ചെല്ലണം. അച്ഛനെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ അരൂപിയുള്ള അച്ഛനാണെന്ന് മനസ്സിലായി. തമിഴാണ്, എനിക്ക് തമിഴ് അറിയില്ല, പക്ഷെ അച്ഛൻ അരൂപി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പം എന്നാൽ ശരി പുറകിൽ പോയി ഇത്തിരി നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറകിൽ പോയി ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ആ പുറകിൽ ഇരിക്കണവർ മുമ്പിലോട്ട് വന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് മുമ്പിലോട്ട് വന്ന് അപ്പം എൻ്റെ മനസ്സിൽ ആരോ ഒരാൾ പറയുന്ന പോലെ വൈദികനെ അനുസരിക്കാൻ നീ ഫ്രണ്ടിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. ഫ്രണ്ടിലോട്ട് ഞങ്ങൾ പോയി ഇരിക്കലും ഇതിൻ്റെ മേളിന് ഒരു ട്യൂബില്ലേ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ട്യൂബില്ലേ, വലിയ ട്യൂബ് ഗ്ലാസ്, അത് കറക്റ്റ് അവിടെ വീണ്. അത് നല്ല കനമുള്ളതാ, ഞങ്ങളുടെ തലയിലേക്ക് വീണ്ടതാ. ടോം എന്നും പറഞ്ഞു സ്വരത്തിൽ എന്ന് പറഞ്ഞ് പൊട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ മേടിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ വേണ്ടവർ, കൃപകൾ വേണ്ടവർ സ്റ്റേജിൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ സ്തുതിക്കാൻ പറഞ്ഞു, ഭാഷാവരത്തിൽ സ്തുതിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഭാഷാവരത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ധ്യാനത്തിൽ. അപ്പോൾ ഭാഷാവരത്തിൽ സ്തുതിക്കാൻ പറഞ്ഞു. ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഇന്നപ്പോൾ പെട്ടെന്ന് ആത്മാവ് ഏറ്റെടുത്ത്. അപ്പോൾ തന്നെ വേറെ ഏതോ ഇതിലൊക്കെ പിന്നെ എനിക്ക് ആത്മാവ് ഏറ്റെടുത്ത് എനിക്കറിയില്ല
പിന്നെ എൻ്റെ ഇതിലല്ല, പിന്നെ അത് കൺട്രോൾ പോയി. ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് ഇറക്കാൻ പിള്ളേരൊക്കെ പേടിക്കാൻ തുടങ്ങി. വെളിച്ചപ്പാട് തുള്ളണ പോലെ ഇരുന്നിട്ട് ഒച്ചയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണ്, എന്നൊക്കെ കാണിച്ചോണ്ടിരിക്കണ്. അത് കഴിഞ്ഞ് മോള് വന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പം മോന് ആയിട്ട് അന്ന് ജനിച്ചിട്ടില്ല, അന്ന് ചെറുതാണ്. അപ്പം മോള് വന്നിട്ട് അപ്പയെന്ന് പറഞ്ഞ് കയറി പിടിച്ചു. അപ്പം തന്നെ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് അവർക്കിടെ എല്ലാവർക്കും ചുറ്റുപാടത്ത് തന്നെ വെള്ളം വന്നത്. അപ്പം ആത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം അന്ന് ഉണ്ടായി. അന്ന് ഭാഷാവരം കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഭാഷാവരം ഒരു ഉപ്പാണീച്ചൻ്റെ ഒരു ധ്യാനത്തിൽ ഭാഷാവരം കിട്ടിയിരുന്നു. അപ്പം ഭാഷാവരത്തിൽ അത് വീണ്ടും ഉപയോഗിച്ചപ്പോഴാണ് സംഭവിച്ചത്. പിന്നെ അന്ന് തൊട്ട് നാവ് ഇങ്ങനെ പതുക്കെ പതുക്കെ ചലിച്ചോണ്ടിരിക്കും, നിൽക്കണില്ല. എൻ്റെ ഈ മാറ്റി നാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നാവ് ഇങ്ങനെ ചലിക്കാതെ നിൽക്കണ പോലെ നാക്ക് ഇങ്ങനെ രാത്രി വരെ ഇങ്ങനെ എനിക്ക് ഞാൻ നിർത്താൻ നോക്കിയിട്ടും പറ്റണില്ല. അങ്ങനെ ഞാൻ സംസാരിക്കില്ലെങ്കിൽ ഇങ്ങനെ നാക്ക് അടിച്ചോണ്ടിരിക്കണ് രാത്രി. അപ്പം എനിക്ക് അതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ആ ഒരു ലഹരിയിൽ ഞാൻ പോണേ. രാത്രിക്ക് ആ ലഹരിയില്ല. അപ്പോൾ രാത്രി ഞങ്ങൾ കിടക്കണ സമയം 12 മണിയകത്ത് കിടന്നപ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്ന് ഒരു മണിയായപ്പോൾ എഴുന്നേറ്റ് പതുക്കെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ തോന്നണേ. ഈ ചെന്നൈ സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവിടെയുള്ള പിന്നെ അങ്ങനെ ഇരിക്കണ സമയത്ത് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് മഴയില്ലെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ വേനൽക്കാലത്താണ് കേട്ടോ പോകുന്നത്. മഴയില്ലെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു ആ സമയത്ത്. അപ്പോൾ പത്രത്തിൽ എഴുതിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് പച്ചക്കറി ഇങ്ങോട്ട് വരുന്നത്, ആ മഴയില്ലെങ്കിൽ നമ്മുടെ കാര്യം പ്രതിസന്ധിയിലാവും എന്നൊക്കെ ഇവർ ന്യൂസൊക്കെ കേട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പതുക്കെ ഞാൻ പുള്ളിക്കാരത്തിന് ശല്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് നമുക്ക് ഒച്ചെടുക്കാതെ പതുക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭാര്യ പതുക്കെ എഴുന്നേറ്റിട്ട് പുള്ളിക്കാരത്തി എന്നെ കൂടി പ്രാർത്ഥിക്കാൻ. അപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ രോഗമുള്ള ആരെങ്കിലും വന്നാൽ തൊട്ട് സുഖപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ആ വിശ്വാസമുണ്ട്, ആ ചൈതന്യം ആ സമയത്ത് ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഏത് അസുഖം പറഞ്ഞാലും പ്രാർത്ഥിച്ചാൽ നടക്കും. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ട്, ടീച്ചേട്ടാ നമുക്ക് ഈ മഴയില്ല ഇവിടെ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്ക് 6 ആയിട്ടുണ്ട്. 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചു ഭാഷാവരത്തിന്. അപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് 4 മണിയായ 1 മണിക്കൂർ 3 മണി 4 മണി വരെ എന്തോ പ്രാർത്ഥിച്ച് കിടന്ന് വെളുപ്പിന് 6 മണിയായപ്പോൾ സ്റ്റേഡിയം കംപ്ലീറ്റ് മുങ്ങിപ്പോയി. അത് വേനൽക്കാലത്താണ് കേട്ടോ, വർഷക്കാലത്തല്ല. ആ ഒറ്റ ദിവസം മഴ പെയ്ത്, ബാക്കിയുള്ള ദിവസങ്ങളൊന്നും പെയ്തില്ല, തലേന്നും പെയ്തില്ല. കർത്താവിൻ്റെ വലിയൊരു സൈനായിരുന്നു അത്. ജീവിതത്തിൽ പുള്ളിക്കാരത്തേക്കും അത് അങ്ങനെ ജീവിതത്തിൽ ഇഷ്ടംപോലെ അത്ഭുതങ്ങളുണ്ട്. പിന്നെ മോളുടെ കാര്യം പറയുകയാണ്, ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. മോളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണമല്ലോ. ഞാൻ ചെസ്സിൽ കിട്ടിയില്ലെങ്കിൽ ചില പിള്ളേരൊക്കെ തല്ലും പാരൻസൊക്കെ. ഞാൻ പറയും പോട്ടെ മോളെ, കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് അടുത്ത കളി കിട്ടും മോളെ എന്ന് പറയും. നമുക്ക് ദൈവം ഒരു വചനങ്ങളില്ല, ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തും എന്ന് പറഞ്ഞാൽ നമ്മളതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ മനസ്സിൽ. ദൈവം വഴി നടത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ നടത്തിക്കോളും. ഭാര്യനോട് വന്നിട്ട് ഒരു കൊച്ചിൻ്റെ അപ്പം വന്നിട്ട് പറഞ്ഞ്, ആ കൊച്ച് ടിങ്കിളേക്കാൾ വലിയ പൊസിഷനിൽ നിൽക്കണ കൊച്ചാ. ആ കൊച്ചിൻ്റെ അപ്പം വന്നിട്ട് പറഞ്ഞ്, ടിങ്കിളപ്പം കളിയിലൊക്കെ കുറേ നാൾ നമുക്ക് മന്ദഗതിയിലായിരുന്നു. ജീവിതത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് അണ്ടർ 7 കിട്ടിക്കഴിഞ്ഞ ശേഷം മോൾക്ക് അധികം ഉയർച്ച ഉണ്ടായില്ല. അപ്പോൾ ആ ഉയർച്ച ഇല്ലാണ്ട് കുറേ നാളിങ്ങനെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില സമയത്ത് അതേപോലെ മന്ദഗതി വരുമല്ലോ, അതേപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ അപ്പം വന്നിട്ട് ഭാര്യനോട് പറഞ്ഞ്, അതേ ചെസ്സിലൊന്നും ആയില്ല, അങ്ങോട്ട് അടിച്ചു വളർത്തണം, ആ ടിങ്ങളെയൊക്കെ അടിച്ചങ്ങോട്ട് വളർത്ത്, അപ്പോൾ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി വന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞ്, ചേട്ടാ ആ കൊച്ചൊക്കെ വലിയ ചാമ്പ്യനൊക്കെയാണ്, നല്ല സ്റ്റാൻഡേർഡിൽ നിൽക്കണേ. അപ്പം അങ്ങനെ പറഞ്ഞ കൊച്ചിനെ ആ കൊച്ചിൻ്റെ അപ്പം വന്ന് പറഞ്ഞല്ലോ, ഈ കൊച്ചിനെ ടിങ്ങൾ തോപ്പിച്ചിട്ടുണ്ട്. ആ കൊച്ചി ഇതിനു വേണ്ടി തന്നെ നടക്കണ ഒരു കൊച്ചാ. ആ കൊച്ചി ഇപ്പം പതുക്കെ അത്രം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇതായി ചെയ്തില്ല. ഈ കോച്ചുകളെയൊക്കെ അപ്പൊ എങ്ങനെയാണ് ഇവൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നല്ല പൈസ ഒക്കെ ആയിരിക്കും? നല്ല പൈസ വരും. എന്നെ സംബന്ധിച്ച് നമുക്ക് ജീവിക്കാനുള്ള സെറ്റപ്പ് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെങ്ങനെ ദൈവം എങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത്? ദൈവം സാമ്പത്തികപരമായിട്ടും ദൈവം ചെയ്തു തന്നെന്നാണ് എന്നെ സംബന്ധിച്ച് പറയുന്നത്. കാരണം ഇന്റർനാഷണൽ മത്സരത്തിൽ വരെ പങ്കെടുത്ത് സമയസമയത്തിന് കോച്ചുകൾ റെഡിയായി. അതെല്ലാം കോച്ച് മാത്രമല്ല, സമ്പത്തും റെഡിയായി വരുന്നു. അതാണ് അത്ഭുതം. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക്
ആ സമയത്ത് ദൈവം അതിന്റെ ഇത് ചെയ്തു തരും. ആരെങ്കിലുമൊക്കെ വഴി. പക്ഷെ എല്ലാ ദിവസവും ദൈവം അന്നു വേണ്ട അപ്പം അതാണ് തന്നെ അല്ലേ? മനസ്സിലായ, കൂടുതലുമില്ല കുറവില്ല. ചില സമയത്ത് ഒരു 100 രൂപ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാറുണ്ട്, ഇപ്പോഴും ഉണ്ടാറുണ്ട്. പക്ഷെ ദൈവം ആ തക്ക സമയത്ത് ദൈവം തരുമെന്നൊരു ഉറപ്പ്. ദൈവം തരും. വീടില്ല എന്ന് ഞങ്ങൾ പറയും. അപ്പൊ നാം മിണ്ടാതിരിക്കും, ദൈവം അതിലെ കൂടുതൽ നമുക്ക് തന്നോണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഇതെല്ലാം സഹിച്ചാലാണ് ഇതിലൂടെ മക്കള് വളരുള്ളൂ. ഓ അങ്ങനെ കേട്ട് നമ്മൾ ഒതുങ്ങും. ഒരു വചനം ഉണ്ടല്ലോ, ഫിലിപ്പിയർ 4:19, അവിടുത്തെ സമ്പന്നതയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകപ്പെടും. ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്ന്. നമ്മുടെ പിതാവ് സമ്പന്ന, ഈ സമ്പത്തും എല്ലാത്തിന്റെയും അധിപനാണ് നമ്മുടെ ദൈവം. അവന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് വരും. പിന്നെ വിശ്വാസം വഴിയാണ് നിങ്ങൾ ഇതെല്ലാം നേടിയെടുത്ത് പറഞ്ഞത്. അബ്രാഹത്തിന് വിശ്വാസമാണ് അബ്രാഹത്തിന് നീതീകരിച്ച. അപ്പൊ വിശ്വാസം ഇല്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലെന്ന് പറയണ. അപ്പൊ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. നമ്മളൊക്കെ വിലയേറിയവരാ. അപ്പൊ കഷ്ടപ്പാടുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, ഞെരുക്കങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചുറ്റുപാടും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ലോണം അറിയാം. കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിലെല്ലാം ദൈവം വഴി നടത്തും. ഇപ്പൊ ടിങ്കമോക്ക് വേറെ പറയാനുള്ള ഇപ്പോഴും ഓർക്കേണ്ടത്, ടിങ്കമോക്ക് കളിക്കാൻ നേരത്ത് തലവേദന വന്നിരുന്നു. അതൊരു അത്ഭുതമാണ്. അപ്പൊ ആ ഒരു 5-6 മാസമായിട്ടുള്ള. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡിവൈനിൽ ചെല്ലുമ്പോൾ ഞങ്ങള് എവിടെ ചെന്നാലും ഈ അച്ഛന്മാരെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വരും. മാത്യനായക്കാമ്പുള്ളി അച്ഛനും പനക്കൽ അച്ഛനും പിന്നെ ഇവിടുത്തെ കൃപാസനത്തിൽ വാദിക്കാൻ ഞങ്ങൾ പോയി ഇറങ്ങിയപ്പോൾ ആ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന് ഇറങ്ങിയപ്പോൾ അച്ഛൻ അവിടെ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ വേറെ ആൾക്കാർ വന്നിട്ട് ഇത് കണ്ടിട്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന്. പക്ഷെ അച്ഛൻ അപ്പം തിരക്കായിട്ട് അച്ഛൻ വേറെ വഴിക്ക് പോണ്. ഇതൊക്കെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കണേ. അച്ഛൻ ടിങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ തിരക്കാണേ, അതുകൊണ്ടാണ് കേട്ടാ. അച്ഛൻ എല്ലാവരും അതുകൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ ദൂരത്ത് അച്ഛൻ ഇവിടെ വിളിച്ചു, മോൾ എന്തിനാ ഇവിടെ വന്നത്, മോൾ എന്തിനാ ഇവിടെ വന്നു പറഞ്ഞ പെട്ടെന്ന് വേറെ ആൻറ്റി വന്നിട്ട് അച്ഛനടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയണം. അപ്പം ഞാനാണെങ്കിൽ അവിടെ മടിഞ്ഞ് അച്ഛൻ വേണ്ടെന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവരുടെ പറയണ കാണുന്നില്ല. അപ്പം ഞാൻ പോവാതിരിക്കണിരുന്നു. അപ്പം അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഞാൻ എന്താ ഇവിടെ നിൽക്കണേന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം മമ്മിയും പാപ്പയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛോ ഒരു സ്റ്റേറ്റ് കളിക്കാൻ ആലപ്പുഴ വന്നേക്കണേണ്, എനിക്കാണെങ്കിൽ റാങ്ക് കുറവാണ്, എനിക്ക് കിട്ടുമല്ലോ, എല്ലാ വർഷം കിട്ടാറില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിക്കോളും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഒരു അത്ഭുതം മാത്യനാക്കാമ്പുള്ള അച്ഛൻ്റെ ഇത് പറയുന്നതില് ഇടക്കായിപ്പോയി. മാത്യനാക്കാമ്പുള്ള അച്ഛനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തലവേദന എടുക്കണ്ട അച്ഛ, ടിങ്ങോ കളിക്കാനത്ത് തലവേദന വന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ് ആദ്യം അച്ഛൻ തമാശക്ക് പറഞ്ഞു, തലവേദന നീ കളി നിർത്തിക്കോ, തമാശ രൂപയാണ് പറഞ്ഞ്, അയ്യോ നിനക്ക് തലവേദന എടുക്കണ്ട, അന്ന് നീ ചെസ് കളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആകെ ഇതായി പോയി. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ തലവേദന എടുക്കാം. അപ്പം അച്ഛൻ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, മാറണമെങ്കിൽ ഇത് മാറാൻ ദൈവം ആഗ്രഹിക്കണമെങ്കിൽ ഇപ്പൊ മാറിപ്പോന്ന് പറഞ്ഞു. അച്ഛൻ അപ്പൊ പ്രാർത്ഥിച്ച് ആ സെക്കൻഡിൽ തലവേദന പോയി. അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു, നീ മാറിയില്ലേ നീ ചെസ് കളിക്കണ്ടേ, അങ്ങനെയും കൂടി ഉറപ്പായിട്ട് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു വഴി ലാസ്റ്റ് വാണിംഗ് ആയിരുന്നു. അന്ന് മുതൽ ഇങ്ങനെ ടൂർണമെന്റ് വീണ്ടും ജയിക്കാൻ തുടങ്ങി. ഇങ്ങനെ കിട്ടാത്ത ടൂർണമെന്റ് പ്രതീക്ഷിക്കണില്ല, എത്തുമ്പോഴും തോക്കുന്നുള്ള രീതിയിലാണ് സാധാരണ. ആ ടൂർണമെന്റ് എല്ലാ വർഷം എല്ലാ വർഷം തോറ്റു തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെ അന്ന് മുതൽ ഞങ്ങൾ ഇതെടുത്തോണ്ടൊന്നല്ല പോകുന്ന, ഞങ്ങൾ പനക്കലച്ചന്റെ അനുവാദം ഒന്നും മേടിച്ചല്ല കാണുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പനക്കലച്ചനും ഞങ്ങൾക്ക് കാണാൻ പറ്റും, മാത്യനാക്കാനും കാണാൻ പറ്റും. അതിന് ദൈവം ആ അവസരം ഞങ്ങൾക്ക് തരും, ഒരുക്കി തരും. ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പോ അവിടെ നിന്നപ്പോ പനക്കലച്ചൻ കറക്റ്റ് ഒന്നെങ്കിൽ ഇവര് UK അവിടെ ഇവിടെയൊക്കെ പോണല്ലോ ഈ വചനം പ്രസംഗിക്കുക, അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ. ഞങ്ങൾ പോകുന്ന ദിവസം അവിടെ അച്ഛനെ ഉണ്ടാവും. അപ്പൊ ഒരു പ്രാവശ്യം ഇതേപോലെ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ആ പത്രം വായിച്ചോണ്ടിരിക്കണം അച്ഛൻ. അപ്പൊ ചെന്നപ്പോ പുള്ളിക്കാരനോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു ദീ അച്ഛൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ചെന്നപ്പോ അച്ഛനെ അങ്ങനെ കണ്ട് സംസാരിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു പോന്നു. ഇപ്പൊ ഈ പ്രാവശ്യം ചെന്നപ്പോഴും അത് അച്ഛനെ കാണാൻ പറ്റും. പറഞ്ഞു, ഞങ്ങൾക്ക് മോൾക്ക് ഇത്രയും ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അച്ഛൻ പ്രാർത്ഥിക്കണം. ആണോ ഇത്രയും ട്രോഫികൾ കിട്ടിയിട്ടുണ്ടോ, നമുക്ക് ഗുഡ്നെസ്സില് അത് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ് അപ്പൊ എന്താ പറഞ്ഞത്, അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ ഇത് നാഷണലൊന്നും അധികം കിട്ടി, അന്ന് സ്റ്റേറ്റ് ഒക്കെ അല്ലേ കിട്ടിയിട്ടുള്ളൂ.
അത് ഇഷ്ടംപോലെ ട്രോഫികളുണ്ട്, ഇതേപോലെ തന്നെ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ. അപ്പൊ അത് കുറച്ചേ ഉള്ളൂ, മെയിൻ ടൂർണമെന്റ് ട്രോഫികളൊന്നും നമുക്കൊരു അച്ഛാ ഇത് നാഷണൽ കിട്ടിയിട്ടില്ല, വേൾഡ് കിട്ടിയിട്ടില്ല, ഇത്രയും കിട്ടിയ പോരെ. അങ്ങനെ 3 വർഷമായി ഗുഡ്നസിന്റെ അടുത്ത് ഞങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുമ്പോ പല ഇതിലും മുടങ്ങി പോകുന്നത്. അപ്പൊ ഞാൻ ചോദ്യം നേരെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. എനിക്കറിയേണ്ടതേ, കുറച്ച് മുമ്പ് പപ്പ പറഞ്ഞു ബുദ്ധിമാന്മാരൊന്നല്ല ഞങ്ങൾ. പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, ചെസ്സ് കളിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധി ലെവലിൽ കുറച്ച് മിന്നി നിൽക്കുന്ന ആൾക്കാരാണ്, അതുപോലെ തന്നെ മാത്സ് ഒക്കെ കുറച്ച് കൂടുതൽ നന്നായി അറിയുന്ന ആൾക്കാരായിരിക്കും. അതേക്കുറിച്ച് എന്തായിരിക്കും ട്വിങ്കിളിന് പറയാണ്ടാവുക? എല്ലാവരും എന്നെ കാണുന്നവരെല്ലാവരും തന്നെ മിക്കവരും ചോദിക്കും ചെസ് പ്ലെയർ ആണെന്ന് അറിയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്സ് എളുപ്പമായിരിക്കുമല്ലോ എന്ന്. എനിക്ക് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചോളം മാത്സ് എനിക്ക് എളുപ്പമല്ല. ചെസ് കളിക്കണതിൽ മാത്സ് അറിയില്ലാത്ത ആദ്യത്തെ ആളായിരിക്കും ഞാൻ ചിലപ്പോൾ. അപ്പൊ അതിന് പുറകിൽ എന്തായിരിക്കും? ദൈവമാണ് എനിക്ക് ഇതേവരായിട്ട് കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കണം. ബോർഡ് എക്സാം പോലും ഞാൻ എങ്ങനെ എഴുതണം എന്നുള്ള രീതിയിലായിരുന്നു. 9ാം ക്ലാസ് വെച്ച് ഫൈനൽ എക്സാമിന് വെച്ചാണ് എനിക്ക് ബീഹാർ നാഷണൽ കിട്ടിയത്, സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് കിട്ടിയത്. അപ്പം എനിക്ക് എക്സാം എഴുതിയിട്ടില്ല, അപ്പോഴും മാത്സ് എക്സാം മിസ്സായി പോയായിരുന്നു. റീടെസ്റ്റ് എഴുതണമെന്ന് അവർ പറഞ്ഞ്. അവര് 3 ദിവസമാണ് സമയം തന്നിട്ടുണ്ടായിരുന്നത്. 3 ദിവസത്തില് അവര് ഒരു പപ്പ എനിക്ക് മാത്സ് അറിയാതെ ഞാൻ ഇങ്ങനെ 3 ദിവസത്തിൽ എഴുതും. അപ്പൊ പപ്പ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി, ട്യൂട്ടർ വേണമല്ലോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങി. 5 ദിവസം 5 ദിവസം ഞങ്ങളുടെ കയ്യിലുണ്ട്. 5 ദിവസത്തില് ഒരു ട്യൂട്ടറെ അന്വേഷിക്കാൻ തുടങ്ങി. 3 ദിവസമുള്ള സമയത്ത് ഒരു ട്യൂട്ടറെ കിട്ടി. 7ാം ക്ലാസ് വരെ പഠിപ്പിക്കണ ഒരു ആൻറ്റിക്കാണ് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ആൻറ്റി പറഞ്ഞു ഒരു ചേച്ചി 2 ചേച്ചിമാരുണ്ട്, അവർ സി എക്കാരാണ്, പഠിക്കണവരാണ്, അവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ഇനി ലാസ്റ്റ് 4 ദിവസം 4 ദിവസമുള്ള സമയത്ത് തന്നെ ഞാനാണെങ്കിൽ എന്തായാലും 4 ദിവസം ഉള്ളൂ, 14 ചാപ്റ്റർ ഏകദേശം എന്തോ ഉണ്ട്, ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല. നല്ല രീതിയിൽ അവരുടെ അടുത്ത് ചോദിച്ചപ്പോ വീണ്ടും ഇത് പോയി, ഒരു ദിവസം എന്താണെന്ന് നോക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് 2 ദിവസം എൻ്റെ മുമ്പിലും ചേച്ചിമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് 6 മണിക്കൂർ വെച്ച് ഒരു ദിവസം വെച്ച് പഠിച്ച് ഞാൻ മൊത്തം ചാപ്റ്റർ, മൊത്തം ടെക്സ്റ്റ് ബുക്ക് 6 മണിക്കൂർ ഒരു ദിവസം വെച്ച് 2 ദിവസം ഞാൻ പഠിച്ച്. അങ്ങനെ പോയി എക്സാം എഴുതി പാസ്സായി. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനമാണ് എല്ലാത്തിനും വലുതല്ലേ. അപ്പൊ ഞാൻ വീണ്ടും ഒരു ചോദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്, ആർക്കാണെങ്കിൽ ഉത്തരം പറയാം. ഓക്കെ, നീ പ്രാർത്ഥിച്ച് ഒരാളെ കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അവരുടെ റോള് നിന്റെ ജീവിതത്തിൽ എന്താണ് എന്ന് പറയാമോ? അവൻ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് എന്നെ സംബന്ധിച്ചോളം. പിന്നെ അച്ഛനെ അന്ന് കാണാൻ പോയിന്ന് പറഞ്ഞില്ലേ, പനക്കലച്ഛൻ ലോക്ക്ഡൌണിന് മുമ്പ് എന്നെ കണ്ടപ്പോ പറഞ്ഞായിരുന്നു, ഇവനാണ് എന്നെ കൈപിടിച്ച് നടത്താൻ പോണതും മോട്ടിവേറ്റ് ചെയ്യാൻ പോണെന്ന്. ഇപ്പോഴും അത് കറക്റ്റ് തന്നെയാ. അനിയൻ ഇങ്ങനെ ഓരോന്ന് പറയും, കുറച്ച് എന്നുള്ള രീതിയിലുണ്ടെങ്കിലും ആ ഡയലോഗ് കളി ജയിച്ചില്ലെങ്കിലേ എന്റെ ഇടി കൊള്ളുമെന്ന് പറയും. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ അല്ലേ. ഞാനേ പോയി പറഞ്ഞിട്ട് വരട്ടെ, മോട്ടിവേഷൻ ചെയ്തിട്ട് വരട്ടെ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞപ്പോഴൊന്നും ഞങ്ങൾ ശരിക്കും വിശ്വസിച്ചില്ല. ഈ കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് എങ്ങനെ ഇവള് പഠിക്കും, നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എങ്ങനെയാന്നറിയില്ല, അവനും ഓട്ടോമാറ്റിക്കലി ചെസ് അറിയാം. ഇവൻ പറഞ്ഞിട്ട് അങ്ങ് ബീഹാർ ടിങ്ങല് പോയ ആ സെക്കൻഡ് റൺ ട്രിപ്പ് ആയത് ബീഹാർ പോയ ഇമാനുവൽ പറഞ്ഞു പോകണം നിർബന്ധമായിട്ട് അവൻ പറഞ്ഞത്. ശരിക്കും അവനിലൂടെയാണ് അച്ഛൻ പനക്കിലച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവനിലൂടെ തന്നെയാണ് ഇവള് എക്സാം വരെ ക്യാൻസൽ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് നാഷണൽ പോവാതിരുന്ന ഞാൻ അവസാനം അവൻ പറഞ്ഞ് ചേച്ചി നമുക്ക് പോവാം, എന്നാ അവനും കളിക്കാന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കളിക്കാൻ പോയി. അങ്ങനെ പിന്നെ 10th 2 മോഡലാണ് എന്റെ മിസ്സായത്. മറ്റേ തായ്ലൻഡ്, ആന്ധ്ര, ഈ 2 ഇതിനും അവൻ തന്നെ പറഞ്ഞത് പോവാലോ എന്നുള്ള രീതിയില്. അവർക്ക് സ്കൂളിലെ എല്ലാ പിള്ളേരും ജയിക്കുന്ന പിള്ളേരാണ്. അവന് ഒട്ടും പ്രതീക്ഷിക്കാതെ അണ്ടർ 17 ഡിസ്ട്രിക്ട് ഈ വർഷത്തെ ചാമ്പ്യൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവൻ വന്നിട്ട് പറഞ്ഞ് അവന് വേറെ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ പറവൂരില് പോണല്ലേ, ഞാൻ വെറുതെ കൂട്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞ് എന്നാ ശരി നീ വന്നേല്ലേ, വെറുതെ കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവന് ഫസ്റ്റ് കിട്ടി. എനിക്ക് സെക്കൻഡ് ആയിപ്പോയി. ഇതിന്റെ സ്റ്റേറ്റില് പക്ഷെ എനിക്ക് ഫസ്റ്റ് കിട്ടി. അതെ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് വിളിച്ചോതുന്ന, ഒരുപാട് വിജയങ്ങൾ ഈശോയുടെ പേരിൽ കൊയ്യുന്ന
ഒരു കുടുംബത്തെയാണ് ഇന്ന് ജൈവൈബ്സിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഇതുപോലെ ഈശോയുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്ന മറ്റൊരു വ്യക്തിയുമായി നമുക്ക് വീണ്ടും വന്നു ചേരാം. അതുവരേക്കും നന്ദി.